ഇന്റർനാഷണൽ വാർത്ത ഒരെണ്ണം ഒരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. സിറിയയുടെ മേലേർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിരിക്കുന്നു. സിറിയയുടെ പുനർനിർമ്മാണത്തിനും സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയാണെന്ന് EU വിദേശകാര്യ മേധാവി കാജ കല്ലാസ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സിറിയയിലെ ജനങ്ങളെ അല്ലെങ്കിൽ ആ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ട സഹായത്തിനായി പല കാര്യങ്ങളും ഇപ്പോൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു പ്രഖ്യാപനമുണ്ടായി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും അത് തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇനി സിറിയയിൽ ഈ സാമ്പത്തിക ഉപരോധം നീക്കുമ്പോൾ ഒരു പുതുജീവനല്ലേ സിറിയയ്ക്ക് ലഭിക്കുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സ്മിത. തീർച്ചയായിട്ടും കഴിഞ്ഞയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയയിലേക്ക് പോകും മുമ്പ് സിറിയൻ പ്രസിഡന്റുമായി കാണും മുമ്പ് സൗദിയിൽ നടത്തിയ പ്രഖ്യാപനം വലിയ ഞെട്ടലോടുകൂടിയാണ് അമേരിക്കൻ രാഷ്ട്രീയ മേഖലയും അതുപോലെ ലോകത്തിന്റെ പല നേതാക്കളും ആ പ്രഖ്യാപനത്തെ കേട്ടത്. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന്റെയും ഈ പ്രഖ്യാപനം വരുന്നത്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരും അതുപോലെ അമേരിക്കയുടെ ഈ മാറുന്ന നയത്തിനനുസരിച്ച് സിറിയയോടുള്ള ഒരു സോഫ്റ്റ് കോർണർ അവർ പരസ്യമാക്കുകയാണ്. സിറിയക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ആദ്യപടിയായി നീക്കം ചെയ്യും. സിറിയയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായം നൽകുമെന്നൊക്കെ യൂറോപ്യൻ ബ്ലോക്കിന്റെ ഫോറിൻ പോളിസി ചീഫ് കാജ കല്ലാസ് ആണ് ഇന്ന് പറഞ്ഞത്. ബ്രസൽസിൽ ഇവരുടെ ഒരു യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം സിറിയയിൽ സമാധാനം വരണമെന്നാണ് ആ യോഗത്തിന്റെ ആവശ്യമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുമ്പോഴും യൂറോപ്പ് സിറിയക്കൊപ്പമായിരുന്നു എന്ന് അവർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്താലും സുരക്ഷാ കാരണങ്ങളാൽ മുമ്പ് ഏർപ്പെടുത്തിയ ആയുധ മേഖല അതുപോലെ സാങ്കേതിക മേഖലകളിലെ ഉപരോധങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ സിറിയയിൽ അസ്ഥിരത കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെയും അതുപോലെ മനുഷ്യാവകാശ ലംഘകരെയും ഉപരോധങ്ങളുടെ പരിധിയിൽ തീർച്ചയായിട്ടും കൊണ്ടുവരിക ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് കല്ലാസ് പറയുന്നത്. അതേസമയം ഇന്ന് അമേരിക്കയിൽ സെനറ്റിന്റെ ഒരു ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. ഇതിന്റെ ഹിയറിംഗിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പങ്കെടുത്തു. ഡിസംബറിൽ നമുക്കറിയാം ബഷർ അൽ അസദിനെ അട്ടിമറിച്ച വിമത ആക്രമണത്തിന് നേതൃത്വം നൽകിയ മുൻ അൽ ഖയ്ദ കമാൻഡറുമൊക്കെയായ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ പ്രസിഡന്റ് ട്രംപ് കാണുന്നതിന് മുമ്പ് തന്നെ സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കാനുള്ള പ്രഖ്യാപനം സൗദിയിൽ നടത്തിയതിന്റെ വിശദീകരണം അദ്ദേഹത്തിന് നൽകേണ്ടി വന്നു. അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കോ റൂബിയോ പറയുന്നത് സിറിയയിൽ അടുത്ത ദിവസങ്ങളിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ക്രിസ്റ്റീന സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. അത്തരത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാവാതിരിക്കട്ടെ. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വീണ്ടും വാദം കേൾക്കുകയാണ്. ഹർജിക്കാരുടെ വാദം ഇന്നലെ സുപ്രീംകോടതിയിൽ പൂർത്തിയായിരുന്നു. ദീർഘനേരം നീണ്ടുനിന്ന വാദമായിരുന്നു ഹർജിക്കാർ നടത്തിയത്. ഇന്ന് കേന്ദ്ര സർക്കാർ വാദം ഉന്നയിക്കും. ജുഡീഷ്യൽ പ്രക്രിയയിലൂടെ അല്ലാതെ ഭൂമി പിടിച്ചെടുക്കുന്നതാണ് പുതിയ നിയമത്തിൽ എന്നാണ് ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിബൽ വാദിച്ചത്. ആർട്ടിക്കിൾ 25-ന്റെയും 26-ന്റെയും ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് 3 മണിക്കൂറാകും ഇന്ന് വാദം കേൾക്കുക. ഇന്റർനാഷണൽ വാർത്ത ഒരെണ്ണം ഒരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. സിറിയയുടെ മേലേർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിരിക്കുന്നു. സിറിയയുടെ പുനർനിർമ്മാണത്തിനും സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയാണെന്ന് EU വിദേശകാര്യ മേധാവി കാജ കല്ലാസ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സിറിയയിലെ ജനങ്ങളെ അല്ലെങ്കിൽ ആ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ട സഹായത്തിനായി പല കാര്യങ്ങളും ഇപ്പോൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു പ്രഖ്യാപനമുണ്ടായി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും അത് തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇനി സിറിയയിൽ ഈ സാമ്പത്തിക ഉപരോധം നീക്കുമ്പോൾ ഒരു പുതുജീവനല്ലേ സിറിയയ്ക്ക് ലഭിക്കുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സ്മിത. തീർച്ചയായിട്ടും കഴിഞ്ഞയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്
സിറിയയിലേക്ക് പോകും മുമ്പ് സിറിയൻ പ്രസിഡന്റുമായി കാണും മുമ്പ് സൗദിയിൽ നടത്തിയ പ്രഖ്യാപനം വലിയ ഞെട്ടലോടുകൂടിയാണ് അമേരിക്കൻ രാഷ്ട്രീയ മേഖലയും അതുപോലെ ലോകത്തിന്റെ പല നേതാക്കളും ആ പ്രഖ്യാപനത്തെ കേട്ടത്. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന്റെയും ഈ പ്രഖ്യാപനം വരുന്നത്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരും അതുപോലെ അമേരിക്കയുടെ ഈ മാറുന്ന നയത്തിനനുസരിച്ച് സിറിയയോടുള്ള ഒരു സോഫ്റ്റ് കോർണർ അവർ പരസ്യമാക്കുകയാണ്. സിറിയക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ആദ്യപടിയായി നീക്കം ചെയ്യും. സിറിയയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായം നൽകുമെന്നൊക്കെ യൂറോപ്യൻ ബ്ലോക്കിന്റെ ഫോറിൻ പോളിസി ചീഫ് ഖാജ കലസ് ആണ് ഇന്ന് പറഞ്ഞത്. ബ്രസൽസിൽ ഇവരുടെ ഒരു യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം സിറിയയിൽ സമാധാനം വരണമെന്നാണ് ആ യോഗത്തിന്റെ ആവശ്യമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുമ്പോഴും യൂറോപ്പ് സിറിയക്കൊപ്പമായിരുന്നു എന്ന് അവർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്താലും സുരക്ഷാ കാരണങ്ങളാൽ മുമ്പ് ഏർപ്പെടുത്തിയ ആയുധ മേഖല അതുപോലെ സാങ്കേതിക മേഖലകളിലെ ഉപരോധങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ സിറിയയിൽ അസ്ഥിരത കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെയും അതുപോലെ മനുഷ്യാവകാശ ലംഘകരെയും ഉപരോധങ്ങളുടെ പരിധിയിൽ തീർച്ചയായിട്ടും കൊണ്ടുവരിക ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് കാലസ് പറയുന്നത്. അതേസമയം ഇന്ന് അമേരിക്കയിൽ സെനറ്റിന്റെ ഒരു ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. ഇതിന്റെ ഹിയറിംഗിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പങ്കെടുത്തു. ഡിസംബറിൽ നമുക്കറിയാം ബഷർ അൽ അസദിനെ അട്ടിമറിച്ച വിമത ആക്രമണത്തിന് നേതൃത്വം നൽകിയ മുൻ അൽ ഖയ്ദ കമാൻഡറുമൊക്കെയായ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ പ്രസിഡന്റ് ട്രംപ് കാണുന്നതിന് മുമ്പ് തന്നെ സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കാനുള്ള പ്രഖ്യാപനം സൗദിയിൽ നടത്തിയതിന്റെ വിശദീകരണം അദ്ദേഹത്തിന് നൽകേണ്ടി വന്നു. അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കോ റൂബിയോ പറയുന്നത് സിറിയയിൽ അടുത്ത ദിവസങ്ങളിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ക്രിസ്റ്റീന സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. അത്തരത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാവാതിരിക്കട്ടെ. സ്മിത, നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ബന്ധങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മേഖലയിൽ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ പല ബന്ധങ്ങളും മാറുന്നു. ഇപ്പോൾ ഇസ്രയേലിനെ അമേരിക്ക മൈൻഡ് ചെയ്തിട്ടില്ല ആ ഒരു സന്ദർശനം എന്ന് വന്നപ്പോൾ ട്രംപ്. ബ്രിട്ടനും ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, എല്ലാവിധ സഹായങ്ങളും നിർത്തിവെക്കും, എത്രയും പെട്ടെന്ന് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ ഇസ്രയേൽ വിവരം അറിയും എന്നുള്ള ആ ഒരു വാണിംഗ് ആണ് ബ്രിട്ടൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ രാഷ്ട്രീയ ഒരു മാറ്റം വരുന്നുണ്ട്, സമാധാനകാംക്ഷികളായിട്ടുള്ള. കാരണം ഈ സിറിയയുടെ കാര്യം നമുക്കറിയാലോ, എല്ലാ കാലവും സിറിയയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനെ കരയുന്ന, വല്ലാതെ പട്ടിണി കിടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് യുദ്ധത്തിനുള്ളിൽ നിൽക്കുന്ന കുഞ്ഞു മക്കളുടെ കണ്ണീരാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളത്, പല ഉപരോധങ്ങളും പിൻവലിക്കപ്പെടുന്നു, പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് തന്നെ രാഷ്ട്ര പുനർനിർമ്മാണം അവിടെ നടക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇങ്ങനെ പറന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് പുതിയ വാർത്ത വരുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് റാഫി കരീം നടിയെ ആക്രമിച്ച കേസിൽ വ്യക്തതാവാദം ഇന്ന് ആരംഭിക്കുമെന്ന് അറിയിക്കുന്നുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ്. വ്യക്തതാവാദം പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും. ഒപ്പം തന്നെ സുജിത്ത് കൊല്ലത്ത് നിന്ന് ഒരു അക്രമത്തിന്റെ വാർത്ത. കൊല്ലം ചിതറയിൽ യുവാവിനെ 29 വയസ്സുള്ള സുജിൻ എന്ന് പറയുന്ന യുവാവിനെയാണ് കൊന്നിരിക്കുന്നത്. തുമ്പമൺതൊടി കാരക്കുന്നിന് സമീപമാണ് സംഭവം. സുജിനൊപ്പം ഉണ്ടായിരുന്ന യുവാവിനും കുത്തേറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കാളികാവിൽ ഇറങ്ങിയ നരഭോജി കടുവയെ 6ാം ദിവസവും പിടികൂടാനാകാതെ വനം വകുപ്പ്. കടുവയുടെ കാൽപ്പാടുകൾ കണ്ട പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മഞ്ഞൾപ്പാറ, കേരള എസ്റ്റേറ്റ്, CT എസ്റ്റേറ്റ് എന്നീ ഭാഗങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുക. അതിനായി പറമ്പിക്കുളത്ത് നിന്ന് 30 ക്യാമറകൾ എത്തിക്കും. 3 ലൈവ് ക്യാമറകൾ കൂടി വയനാട്ടിൽ നിന്ന് എത്തിച്ച് രാവിലെ സ്ഥാപിക്കും. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കടുവയെ കാണുന്ന പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ 2 കുങ്കിയാനകളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. തെരച്ചിലിന് മഴ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കടുവ ചില്ലറക്കാരനല്ല, കുറേ ദിവസമായിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നുണ്ട്. അതെ. ഇനി നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരി നഗരം ഇപ്പോൾ പുലിപ്പേടിയിലാണെന്ന വാർത്തയിലേക്കാണ്. കോട്ടക്കുന്നിലെ മൈസൂരു ദേശീയപാതയോരത്തെ പോൾ മാത്യൂസിന്റെ വീട്ടിലെ കോഴിക്കൂടിന് സമീപം പുലി എത്തിയത് 3 തവണയാണ്. പുലിയെ പിടികൂടാൻ കൂട് വയ്ക്കാത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പോൾ മാത്യൂസ്. പുലിയെ പിടികൂടണമെന്ന് നഗരസഭയും ആവശ്യപ്പെടുന്നു. ബത്തേരി നഗരത്തിന്റെ ഒത്ത നടുവിലാണ് പോൾ മാത്യൂസിന്റെ വീട്. മൈസൂരു ദേശീയപാത കടന്നുപോകുന്ന റോഡിന്റെ ഓരത്ത് വീടിന്റെ പിന്നിലുള്ള ഈ കോഴിക്കൂടിന് സമീപത്താണ് 3 തവണ പുലി എത്തിയത്. 3 തവണ ഇവിടെ വന്ന് എന്നിട്ട് ആ കോഴിക്കൂട് മുഴുവൻ തല്ലി പൊളിച്ച്, കരിങ്കോഴിയായിരുന്നു നല്ല ഉണ്ടായിരുന്നത്. അതെല്ലാം പൊട്ടിച്ചാണ് അത്രയും കോഴീനെ കൊണ്ടുപോയി. പിന്നെ ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അപ്പോൾ അതിന് പിറ്റേ ദിവസം വന്ന് അതിനെയും കൊണ്ടുപോയി.
പിന്നെ അത് കഴിഞ്ഞ് അവർ വന്ന് ക്യാമറ വെക്കും, പോവുക, അതെടുത്തുകൊണ്ട് പോകും, പിന്നെ വൈകുന്നേരം കൊണ്ടുവന്ന് വെക്കും. അല്ലാണ്ട് കൂടുന്നവരെ വെച്ചിട്ടില്ല. പോൾ മാത്യൂസിന്റെ ഈ വീട്ടിലേക്ക് പുലി ആദ്യം എത്തിയത് ഈ മാസം 9-ന്, പിന്നെ 13-ന്, ഒടുവിൽ 18-ന്. 5 ദിവസത്തെ ഇടവേളകളിലെത്തിയ പുലി ഇതുവരെ പിടികൂടിയത് 9 കോഴികളെയാണ്. നഗരത്തിന്റെ നടുവിലുള്ള പ്രദേശമാണിത്. കൂടുവെക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പോൾ മാത്യൂസ്. പുലിപ്പേടിയിലാണിപ്പോൾ ബത്തേരി നഗരം. ഇത്രയും ദിവസമായിട്ട് 8 ദിവസമായിട്ടും ആർടിയുടെ ഭാഗത്തുനിന്നോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ആക്ഷനോ കൂട് വെക്കാനുള്ള സമീപനം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജനങ്ങൾക്ക് ഒരുപാട് നമുക്ക് പേടിയുണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തിന് പുറത്ത് എന്താണ് മുന്നോട്ട് പോകുക വളരെ നമുക്ക് ഭീതിജനകമാണ്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വളരെ ഒരു സ്ലഗിഷ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂട് വെക്കാനുള്ള എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള ആവശ്യം. നേരത്തെ താലൂക്ക് ആശുപത്രി റോഡിൽ പുലി ഇറങ്ങിയിരുന്നു. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബത്തേരി നഗരസഭാ ചെയർമാൻ ടി.കെ. രമേശ് വനം വകുപ്പ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ നഗര പരിസരത്ത് തന്നെ പുലി സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പുലിയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മനു ദാമോദരനൊപ്പം ബത്തേരിയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലി ഇറങ്ങി എന്ന വാർത്ത വരുന്നു. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീടിന് പുറകിലാണ് പുലി വീണ്ടും എത്തിയത്. അപ്പോൾ ഈ ഇതിന് എന്താ പറയാ, പരാതിപ്പെട്ടിട്ടൊന്നും ഒരു നടപടി ഉണ്ടായില്ല, വീണ്ടും എത്തിയിരിക്കുന്നു പുലി. കോഴിക്കോടിന് സമീപം പുലി എത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അതിപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ ഈ പറയുന്നത് പോലെ എത്ര ഭീതിജനകമായ ഒരു ദൃശ്യമാണ്. സുർജിത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തായാലും വലിയ ഭീതി ഉളവാക്കുന്ന ദൃശ്യമാണ്. നമ്മൾ വീട്ടിൽ കഥകൊക്കെ തുറന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഈ പുലിയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭീതിജനകമാണ്. വിവരങ്ങൾ പറയൂ. സ്മിത, ക്രിസ്റ്റീന, ഈ അതേ കോഴിക്കോട്, അതേ പോൾ മാത്യൂസിന്റെ വീട്, അതിന്റെ പിറകിലാണ് ഈ കോഴിക്കോട്. അവിടെ തന്നെയാണ് വീണ്ടും പുലി എത്തിയിരിക്കുന്നത്. ഇത് 4ാം തവണയാണ് എത്തുന്നത്. ആദ്യം എത്തിയത് 9-ാം തീയതിയാണ്. 9-ാം തീയതിക്ക് ശേഷം ആ ദിവസം 9-ാം തീയതി 2 കോഴികളെ പിടികൂടി. അതിനുശേഷം വീണ്ടും എത്തിയത് 13-ാം തീയതിയാണ്. 5 ദിവസത്തെ ഇടവേള. ആ 13-ാം തീയതി എത്തിയ ശേഷം അന്ന് കൊന്ന് തിന്നത് 7 കോഴികളെയാണ്. അതിൽ ഹൈബ്രിഡ് കരിങ്കോഴി അടക്കം ഉള്ള കോഴികളെയാണ് കൊന്നു തിന്നത്. അതിനുശേഷം പിന്നീട് 18-ാം തീയതി എത്തുന്നു. ഇന്നലെ രാത്രി അത് വീണ്ടും പുലർച്ചെ എത്തുന്നു. 3:45 കൂടിയാണ് പുലി വീണ്ടും എത്തിയിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയുടെ ഒത്ത നഗരപ്രദേശമാണ്. അതായത് മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയുടെ ഓരത്താണ് ഈ പോൾ മാത്യൂസിന്റെ വീട്. അതായത് അതിന്റെ പരിസരത്ത് തന്നെ ഈ പുലിയുടെ സാന്നിധ്യമുണ്ട്. അത് രാത്രി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആശങ്കാജനകവുമായ കാര്യം. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇന്നലെ ആ പ്രദേശത്ത് നമ്മൾ പോയതാണ്. ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കൂട് വെക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പോൾ മാത്യൂസ് ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നഗരസഭാ ചെയർമാൻ ടി.കെ. രമേശ് വനംവകുപ്പിന്റെ മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ കൂട് വെക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം, ഗുരുതരമായ ആക്ഷേപമാണുള്ളത്. ഈ ദൃശ്യത്തിൽ സംബന്ധിച്ച് ആ ദൃശ്യത്തിൽ പുലി കൃത്യമായ രീതിയിൽ തന്നെ കോഴിക്കോടിന് അടുത്തെത്തുകയും അതിന്റെ ചുറ്റുവട്ടത്തായി നടന്ന് ഇങ്ങനെ നീങ്ങുന്ന ആ ഒരു ദൃശ്യം CCTV-യിൽ കൃത്യമായ രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട്. അതായത് വീടിന്റെ തൊട്ടുപിറകിലാണ് ഈ CCTV വെച്ചിട്ടുള്ളത്. അത് 24 മണിക്കൂറും ലൈവ് സ്ട്രീമിംഗ് ഉള്ള CCTV ആണ്. അതിനകത്താണ് ഇങ്ങനെ ഈ പുലി കുടുങ്ങിയ ആ ദൃശ്യങ്ങൾ പോൾ മാത്യൂസ് തന്നെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക നിലനിൽക്കുന്നു സുൽത്താൻ ബത്തേരി നഗരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലി കുടുങ്ങിയത് ക്യാമറയിലാണ്. പക്ഷെ പുലിയെ യഥാർത്ഥത്തിൽ കുടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിയന്തര നടപടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്ഥിതി അത്രയും ആശങ്കയോടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇത് സംഭവിച്ചാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഓരോ ദിവസവും ഭയത്തോടെ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകണം. അത് അധികൃതരോട് നമ്മൾ കൂടി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. സുർജിത് അയ്യപ്പത്താണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്, അല്ലേ? ഇനി അപ്പോൾ മെയ് 21 നമുക്കൊരു വിശേഷ ദിവസമാണ്, അല്ലേ? നമ്മൾ പുലിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പുലി അല്ല, ഒരു സിംഹം തന്നെയുണ്ട്. അത് നമ്മുടെ സനൂപ് KV ആണ്, മറ്റാരും അല്ല. അപ്പോൾ ലാലേട്ടൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ സനൂപ് KVയും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ലാലേട്ടനെ പോലെ തോളൊക്കെ ചരിച്ച് അല്പം സനൂപ് എവിടെ ഇരിക്കുന്നോ അവിടെ മൊത്തം ഇടതുവശം ചരിഞ്ഞ ഒരു അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ സനൂപ് കസേര വരെ ചരിഞ്ഞിട്ടുണ്ടെന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. സനൂപ് മിടുമിടുക്കനായ ഒരു പ്രൊഡ്യൂസറാണ്, നല്ലൊരു മനുഷ്യജീവിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ സനൂപ് എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ സനൂപ്. ഈ വർഷം മുഴുവൻ നല്ലതാകട്ടെ, നല്ല ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളൊക്കെ അല്ലേ കൂടെ ഉള്ളത്, അപ്പൊ നല്ല വർഷം ഹാപ്പി ആയിരിക്കും, ഉറപ്പ്. ട്രീറ്റ് എപ്പോഴാന്നുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു കേട്ടോ. നല്ലൊരു ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും ഇന്ന് സനൂപ് തരും.
അടുത്തൊരു വാർത്ത അത്ര നല്ലതല്ല. നല്ല വാർത്തയല്ല. കൊല്ലം ചിത്രയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന വാർത്ത നേരത്തെ ക്രിസ്റ്റീന അത് പറഞ്ഞതാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. തുമ്പം മൺതൊടി സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത്. സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുജിത്തെ, വെറും 29 വയസ്സ് മാത്രമുള്ള ഒരു യുവാവാണ്. എന്തായിരുന്നു ഈ കൊലപാതകത്തിന് കാരണം? ക്രിസ്റ്റീന, സ്മിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. മുൻവൈരാഗ്യത്തെ തുടർന്നാണ് 5 പേർ ചേർന്ന ഈ സുജിനെ വയറിൽ കുത്തി കൊലപ്പെടുത്തിയത്. സുജിനൊപ്പം ഉണ്ടായിരുന്ന സുജിന്റെ സുഹൃത്തിനും കുത്തേറ്റിരുന്നു. ഇരുവരെയും ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ തുടർന്ന് 5 പേർ ആദ്യം ഒളിവിൽ പോയെങ്കിലും പിന്നീട് ഇവരെ ചിത്ര പോലീസ് പിടികൂടുകയായിരുന്നു. തുമ്പമൺതൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ലാലു എന്നറിയപ്പെടുന്ന ബിജു, മഹി, വിജയ് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻവൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത, ക്രിസ്റ്റീന. ശരി, സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നത്. മുൻവൈരാഗ്യം ആണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പറയുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 48 മിനിറ്റായി. പ്രേക്ഷകർ കമന്റുകൾ പറയുന്നുണ്ട്. സനൂപിന്റെ ബർത്ത്ഡേ ആശംസിക്കുന്ന പ്രേക്ഷകരുണ്ട്. കാരണം അവതാരകരെക്കാൾ കൂടുതലും പ്രശസ്തനാണ് ഇപ്പോൾ സനൂപ്. നമ്മളിടയ്ക്കിടയ്ക്ക് സനൂപ് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത വാർത്തയിലേക്ക് പോകണം. അങ്ങനെ പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും പരിചിതനാണ് സനൂപ്. അപ്പോൾ എല്ലാവരും സ്നേഹം അറിയിക്കുന്നു. നമ്മൾ ആ സ്നേഹം സനൂപിനെ അറിയിക്കുന്നു. ഇനി ഒരു സാധാരണ സ്ത്രീക്ക് നീതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സ്വർണം മോഷ്ടിച്ചെന്നാരോപിച്ച് ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി വരും. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും. കന്റോൺമെന്റ് AC-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രസന്നൻ അമിത അധികാര പ്രയോഗം നടത്തി, മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നിവ കണ്ടെത്തി. അതോടെയാണ് ഈ നടപടി ഉണ്ടാകുന്നത്. മേഘ്ന മുരളിയാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ആദ്യ ദിവസം തന്നെ ബിന്ദു നമ്മളോട് സംസാരിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരാളെ സസ്പെൻഡ് ചെയ്തു, നല്ല കാര്യമാണ്. പക്ഷേ അത് SI മാത്രമല്ല, ASIയും മറ്റൊരു പോലീസുകാരനും തന്നോട് മോശമായി പെരുമാറി. ഈ ASI ആണ് ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞത് എന്നൊക്കെയാണ് ബിന്ദു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷണം നടത്തുന്നു, അത് വ്യക്തമായി തന്നെ തെളിയുന്നു ആ രീതിയിൽ അമിതാധികാര പ്രയോഗം നടത്തിയെന്നല്ലേ? തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത വിഷയമാണ് ചുള്ളിമാനൂർ സ്വദേശിയായിട്ടുള്ള ബിന്ദുവിനെയും ഈ ബിന്ദു അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂര പീഡനത്തെയും കുറിച്ച്. അതിൽ വലിയ രീതിയിൽ 3 പോലീസുകാർക്കെതിരെ ബിന്ദു തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സധൈര്യം പറയുന്നുണ്ട്. അതായത് താൻ നേരിട്ട പീഡനം എങ്ങനെയാണ്, അല്ലെങ്കിൽ താൻ പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ അനുഭവിച്ചു, അത് നേരിട്ട അസഭ്യവർഷങ്ങൾ കൂടാതെ ഈ ഒരു വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി വെള്ളം എടുക്കാൻ പറയുന്നു. അങ്ങനെ പെൺമക്കൾക്കെതിരെ അടക്കം ഭീഷണി ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ താൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ മാധ്യമങ്ങളോട് പരാതി കൊടുത്തതിന് ശേഷം ബിന്ദു വന്ന് പറഞ്ഞതാണ്. അതിനുശേഷം 3 പോലീസുകാർക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുന്നു. അതിൽ ആദ്യം SI ആയിരുന്ന പ്രസാദിനെയായിരുന്നു സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം നടപടിയെടുത്തതും വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഒരു വിവരം വരുന്നത്. അതിലാണ് ASI ആയിട്ടുള്ള പ്രസന്നനെയും സസ്പെൻഡ് ചെയ്യും. ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് തന്നെ അധികം വൈകാതെ തന്നെ അതിന്റെ ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതാണ് അറിയുന്നത്. കന്റോൺമെന്റ് AC ആയിരുന്നു ഇതിലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഗുരുതര അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി വരുന്നു. അതായത് അമിത അധികാര പ്രയോഗം നടത്തി, അതുപോലെ തന്നെ ഈ ദളിത് സ്ത്രീക്കെതിരെ വലിയ രീതിയിൽ അസഭ്യവർഷം നടത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു ക്രൂര പോലീസ് പീഡനം തന്നെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ കന്റോൺമെന്റ് AC-യുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രസന്നനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കൈക്കൊള്ളുന്നത്. അതിൽ ഇന്ന് തന്നെ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതിൽ ഈ GD ഇൻചാർജ് ആയിരുന്നു ആ സമയത്ത്. അതായത് ഈ ബിന്ദു പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ GD ഇൻചാർജ് ആയിരുന്നു ഈ പ്രസന്നൻ എന്ന ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വലിയ രീതിയിൽ ഒരു ക്രൂരപീഡനം തന്നെ, അല്ലെങ്കിൽ ഒരു ഒട്ടും പാലിക്കാതെ, അല്ലെങ്കിൽ ഒരിക്കലും ഒരു പോലീസുകാരൻ ഒരു ദളിത് സ്ത്രീയോട് അല്ലെങ്കിൽ ആരോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ബിന്ദുവിനോട് ചെയ്തത് എന്നുള്ളൊരു കണ്ടെത്തൽ ഇപ്പോൾ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ നടപടി ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഇനി ഒരു പോലീസുകാരനെ കൂടി, അതായത് ഈ പ്രസന്നനെയും പ്രസാദിനെയും കൂടാതെ ഒരു പോലീസുകാരന്റെ പേര് കൂടി ബിന്ദു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസിൽ പരാതിയായി നൽകിയിട്ടുണ്ട്. ഇതിന് ഈ ഉദ്യോഗസ്ഥനെതിരെയും കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം പരാതിയായി പറയുന്നു. ഇതിനെതിരെയൊക്കെ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കേരള മനസാക്ഷി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ ശ്ലാഘനീയമാണ്. പക്ഷേ അത് മാത്രമല്ല, ഇത്തരത്തിലൊരു കാര്യം ഇനിയും ആവർത്തിക്കാൻ പാടില്ല. ഒരു സാധാരണ വ്യക്തിയും, അതിപ്പോൾ ഭരണഘടന നിലവിൽ വന്ന് ഇത്രയും വർഷം ആയതിനു ശേഷം
ശേഷം അതിലൊരു ഭേദഭാവം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ദളിത് സ്ത്രീ എന്നോ സാധാരണ സ്ത്രീ എന്നോ എന്ന വ്യത്യാസം വരുത്താൻ അപ്പോൾ ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പോലീസുകാരന്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പരാതികളും ബിന്ദുവിനുണ്ട്. ഇതൊക്കെ ഏത് രീതിയിൽ പരിഹരിക്കപ്പെടും? ക്രിസ്റ്റീന, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വ്യാജ മോഷണ കുറ്റം ഇപ്പോഴും ബിന്ദു ആവർത്തിക്കുന്നത് താൻ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് മാല മോഷ്ടിച്ചു എന്നുള്ളതാണ് ബിന്ദുവിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ താൻ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടില്ല. കൂടാതെ ഈ മാല ആ പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നു. അതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അതിൽ ASI ആയിട്ടുള്ള പ്രസന്നൻ, SI ആയിട്ടുള്ള പ്രസാദ്, അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് കൂടി ബിന്ദു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാകും? കൂടാതെ മുഖ്യമന്ത്രിക്ക് പരാതിയായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയായി എത്തുന്നു. അതിലും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ബിന്ദു തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടപടി ഉണ്ടാകും? കാരണം പൊതുമനസാക്ഷി അത്രയേറെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ എങ്ങനെയാണ്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഒരു മുഖം രക്ഷിക്കൽ എന്ന രീതിയിൽ ഒരു നടപടി ഉണ്ടായതിനെതിരെ അടക്കം വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ്, അതായത് ഈ ഒരു സംഭവം നടന്ന് 25 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നതിനടക്കമുള്ള കാര്യം ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇനിയും ബിന്ദു, അതായത് കുറച്ച് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരിക്കലും മുന്നോട്ട് ഇതുവരെ വന്നു പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് ബിന്ദു എന്ന് പറയുന്നത്. ആ ബിന്ദുവാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ക്രൂര പീഡനത്തെക്കുറിച്ച്, മാനസിക പീഡനത്തെക്കുറിച്ച് സധൈര്യം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ, അതായത് ഈ വളരെ അധികാര ശക്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരടക്കം വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും? ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണാനുള്ളത്. എന്തായാലും ഈ ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെയുള്ള സസ്പെൻഷൻ ഉത്തരവ് ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഇറക്കും. കാരണം കണ്ടോൺമെന്റ് ACയുടെ അന്വേഷണത്തിൽ ഗുരുതര അച്ചടക്ക ലംഘനമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ അമിതാധികാര പ്രയോഗമുണ്ടായി, അസഭ്യവർഷം നടത്തി. കൂടാതെ ഈ ബിന്ദുവിന്റെ പെൺകുട്ടികൾക്കെതിരെ അടക്കം ഭീഷണി മുഴക്കി, ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പല രീതിയിലുള്ള അച്ചടക്ക ലംഘനം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ഉദ്യോഗസ്ഥർ കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ബിന്ദുവിനെ പീഡിപ്പിച്ച, മാനസികമായി തകർത്ത ഈ അനാവശ്യമായിട്ട് ഇങ്ങനെയൊരു മാലമോഷണം പോയതോടുകൂടി അപ്പോൾ തന്നെ ഇങ്ങനെ വീട്ടിൽ 3 ദിവസമായി ജോലിക്കെത്തിയ ബിന്ദു, 3 ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ, ബിന്ദു ആണ് ഇത് എടുത്തതെന്ന് പറയുന്നു. അതനുസരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പക്ഷേ ഒരു തെളിവുമില്ലാതെ ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ബിന്ദു പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീട്ടുടമയ്ക്കെതിരെയും പരാതി കൊടുക്കുന്നുണ്ട്. അത് അത്തരം നിയമ നടപടികൾ ആയും മുന്നോട്ട് പോകുമെന്ന് ബിന്ദു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിലും ഇന്ന് കൂടുതൽ വാർത്തകൾ ഉണ്ടാകും. നമ്മൾ മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി ചുമതലപ്പെടുത്തിയ 3 അംഗ സംഘമാണ് എത്തുന്നത്. കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്തായിരിക്കും ഇന്ന് പരിശോധന നടക്കുക. സമീർ C. മുഹമ്മദാണ് ചേരുന്നത് വിവരങ്ങളുമായി. സമീർ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇത് നാട്ടുകാരുടെ പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ടായിരുന്നു, വലിയ പേടിയാണ് ഇനി അതിലൂടെ പോകാൻ. അപ്പോൾ വ്യക്തമായ വിശദമായ പരിശോധന അതിലേക്കാണ് ഇന്ന് കടക്കുന്നത് അല്ലേ? തീർച്ചയായും വിദഗ്ധ സംഘമാണ് അവിടെ എത്തുന്നത്. ദേശീയപാത അതോറിറ്റി നിയോഗിച്ചിട്ടുള്ള 3 അംഗ സംഘം 10 മണിയോട് കൂടിയായിരിക്കും ഈ റോഡ് തകർന്ന കൂരിയാട് മേഖല സന്ദർശിക്കുന്നത്. കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്താണ് ഈ സംഘം പരിശോധന നടത്തുക. വിശദമായിട്ടുള്ള റിപ്പോർട്ടായിരിക്കും ദേശീയപാത അതോറിറ്റിക്കും അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്കും നൽകുക. എങ്ങനെയാണ് ഈ റോഡ് തകർന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധിക്കുക. ഒപ്പം തന്നെ നിർമ്മാണത്തിലെ അപാകത ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പ്രധാനമായും പരിശോധിക്കും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നിർമ്മാണ വേളയിൽ തന്നെ അതിൻ്റെ ന്യൂനതകളെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ് എന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നു. പക്ഷേ ആ വേളയിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഉൾപ്പെടെ ഈ വിദഗ്ധ സംഘം പരിശോധിക്കും. ആ നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള അപാകത തന്നെയാണോ, അതല്ല കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ളതല്ലാത്ത വിധത്തിലാണോ ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ റോഡ് തകരാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിന് സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർ നൽകുന്ന ഈ റിപ്പോർട്ട്, അതായത് ഇന്ന് ഈ വിദഗ്ധ സംഘം എത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണോ അവിടെ നടക്കുന്നത് എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ക്രിസ്റ്റീന, സ്മിത. ശരി, അതാണ് സമീർ C. മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഇഡിക്കെതിരായ അഴിമതി കേസിൽ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് വിജിലൻസ്. അനീഷ് ബാബു നൽകിയ പരാതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. കുറ്റാരോപിതന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അക്കൗണ്ടിൽ വന്ന പണത്തിന്റെ സ്രോതസ്സുകൾ തേടിയേക്കും. വിവരങ്ങളുമായി റാഫി കരീം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. റാഫി, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ കേസിൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ചോദ്യമൊക്കെ ഉയർത്തിയ കേസാണ്. ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്? ഈ പണത്തിന്റെ സ്രോതസ്സുകളാണോ ഇനിയിപ്പോൾ അന്വേഷിക്കുക? ക്രിസ്റ്റീന, തീർച്ചയായും ഈ ഇ.ഡി തന്നെ ഇത്തരത്തിലൊരു കോഴ വാങ്ങി കേസ് സെറ്റിലാക്കുന്നു എന്നുള്ള ആരോപണവും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസിൻ്റെ അന്വേഷണവും വിജിലൻസ് പ്രതികളിലേക്ക് എത്തുകയും ഇ.ഡിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഒന്നാം പ്രതിയായി വരികയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഈ അന്വേഷണം വിശദമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വിശദമായി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇ.ഡി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ കുറ്റാരോപിതനായ ആളുകളിലേക്ക് എങ്ങനെയാണ് പണം എത്തിയിട്ടുണ്ടോ, എത്ര തുകയാണ് എത്തിയത്, ഇവരുടെ ബാങ്കുകളിലേക്ക് എത്തിയ പണത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിശോധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇ.ഡിയുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി പരാതികൾ ഇതിനോടകം തന്നെ രേഖാമൂലം വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതികളെ അത് ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഈ ഒരു പരാതിയും ഒപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റും നടക്കുന്നു. അതിനുശേഷം നിരവധി പരാതികൾ, നിരവധി വെളിപ്പെടുത്തലുകൾ ആളുകൾ നടത്തുന്നു. ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾ നടക്കുന്നുണ്ടെന്നും ഇ.ഡിയിൽ ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുതിയതായി ലഭിച്ച പരാതികൾ അത് ഏത് ഉദ്യോഗസ്ഥനെതിരെയാണ്, ഈ നേരത്തെ ആരോപണം നേരിട്ട കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെതിരെയും പരാതികളുണ്ട്. ഈ പരാതികളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ശരി, കോഴ വാങ്ങി കേസുകൾ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ള കേസിൽ കൂടുതൽ പണത്തിന്റെ സ്രോതസ് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു റാഫി കരീം. ഈ വാർത്തയുടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.